ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ എത്തിക്കുന്നത് നിങ്ങൾക്ക് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സോ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ മൂന്നാറിലാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ ആമുട്ടൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. ഭയങ്കര തണുപ്പായിട്ട് ഇവിടെ. ഈ മഴയുടെ സമയം തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ആമുട്ടൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പപ്പയുടെയും ബർത്ത്ഡേ ആണ് കേട്ടോ. ആമുട്ടൻ്റെ ബർത്ത്ഡേ കുറച്ച് സമയം തന്നെ പപ്പയുടെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു രണ്ടും കൂടി നമുക്ക് അടിപൊളിയായിട്ട് മൂന്നാറിൽ സെലിബ്രേറ്റ് ചെയ്താലോ. അങ്ങനെ നമ്മൾ രണ്ട് ഫാമിലി ഒരുമിച്ച് സൂപ്പറായിട്ട് ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. സോ നമുക്ക് എല്ലാ വീഡിയോസും കാണാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ ഓടിപ്പോയി കണ്ടിട്ട് ആയോ. അങ്ങനെ നമ്മൾ വെളുപ്പിനെയാണ് കേട്ടോ ഇറങ്ങിയത്. ഏകദേശം ഒരു 4 മണി 3:30 4 മണി സമയത്താണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല അന്തസ്സായിട്ട് ഉറങ്ങി കേട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. ഈ സംഭവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോടുന്നത്. പിന്നെ നിങ്ങൾ ഇൻട്രോയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും മൂന്നാറിലേക്കാണെന്ന്. അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെന്നപ്പോൾ തന്നെ നമ്മുടെ മൂന്നാറിൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ എല്ലാവരും കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ചീയപ്പാറ വാട്ടർഫാൾസ്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഭയങ്കര വലിയ തണുപ്പെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു തണുപ്പായിരുന്നു. അങ്ങനെ നമ്മൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പണ്ടൊരിക്കൽ വാഗമണ്ണിൽ പോയപ്പോൾ ഈ ക്ലൈമറ്റ് കിട്ടുന്നുണ്ടായിരുന്നു, അതുപോലത്തെ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കുഞ്ഞൊരു മഴയും കോടയും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. സോ ഞങ്ങളിത് കാണിച്ചു തരാം, അടിപൊളി ക്ലൈമറ്റാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ വ്യൂ പോയിൻറ്റും സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറിയും അപ്പവും അതുപോലെ തന്നെ ചപ്പാത്തിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇതാ ഫുഡ് വാങ്ങുമ്പോൾ തന്നെ എല്ലാവരും വിറയ്ക്കണമെന്ന് കണ്ട. കാരണം ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് തണുപ്പുണ്ടായിരുന്നു, പക്ഷെ കൂടിക്കൂടി വരികയായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നാണ് കേട്ടോ കഴിച്ചത്. കാരണം ആമുട്ടിന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു. ബാക്കി എല്ലാവരും പുറത്തിരുന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ നേരത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു. നല്ല അടിപൊളി ചൂട് ചായയും നല്ല കോടയും അതിനിടയ്ക്ക് കുഞ്ഞൊരു മഴയും കൂടി ആയിരിക്കുമ്പോൾ ശരിക്കും കിടിലൻ വൈബ് തന്നെയാണ് കേട്ടോ. ഈ ക്ലൈമറ്റ് എല്ലാവരും ഞാൻ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര മഴയായിരിക്കും, വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പലവട്ടം മൂന്നാർ വന്നെങ്കിലും ഇതുപോലത്തെ ഒരു കിടിലൻ ക്ലൈമറ്റ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്.
അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങുമ്പോൾ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ. കുഞ്ഞ് മഴകൾ വരുമായിരുന്നു. എപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തിയാലും മഴയോ മഴ. അതിനിടയ്ക്ക് നല്ല അടിപൊളി മാങ്ങയായിട്ട് പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അതെല്ലാം ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോവുകയാണ്. നമ്മൾ പോണ വഴിയിൽ ഫോട്ടോസ് എടുക്കാൻ വീഡിയോസ് എടുക്കാൻ പറഞ്ഞ് ഇറങ്ങുമ്പോൾ അപ്പം പെയ്യും മഴ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വരുന്ന ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പോകുമ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നു. ചെറിയ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയിലൊന്നുമല്ല, കോടയുടെ കൂടെ കുഞ്ഞു കുഞ്ഞു മഴ. പിന്നെ ഉണ്ണിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അധിക നേരം പുറത്തിറങ്ങി നിന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചു കുറേ സ്ഥലത്തൊന്നും കറങ്ങണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസോർട്ടിൽ പോകണം, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണോ, ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ, അത് കഴിഞ്ഞ് തിരിച്ചു വരണം അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു. കാരണം മൂന്നാറിൽ നമ്മൾ പലതവണ വന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പ്രത്യേകിച്ചൊന്നും കാണണ്ടാന്ന് വിചാരിച്ചു. പിന്നെ മമ്മിയൊക്കെയാണ് കാണാത്തുണ്ടായിരുന്നുള്ളൂ. എനിവേ പറ്റുകയാണെങ്കിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തിറങ്ങി ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ വീണ്ടും ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയൊരു മഴയും കൂടി ആകുമ്പോൾ സൂപ്പർ വൈബാണ്. ഭയങ്കര ആവുമ്പോൾ പുറത്തിറങ്ങിയില്ല. ഞങ്ങളെല്ലാവരും ഇറങ്ങിയതാണ്. ഞങ്ങളുടെ റിസോർട്ടിൽ ചെക്കിൻ ടൈം 2 മണിയാണ്. അപ്പോൾ അവർ നേരത്തെ വിളിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് കുറച്ച് സ്ഥലങ്ങളോട് കറങ്ങിയിട്ട് നേരെ റിസോർട്ടിലേക്ക് പോവാണ്. എന്താ പറയുക, നല്ല രസമുള്ള കാണാനായിട്ട് സൂപ്പർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ സ്ഥലങ്ങളൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ആദ്യം നമ്മൾ വിചാരിച്ചിട്ടായിരുന്നു വട്ടവടയൊക്കെ പോകാമെന്ന്. പിന്നെ എപ്പോഴും പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. പോവാത്തൊരു സ്ഥലമാണ് ഇതാ ചിന്നക്കനാൽ വാട്ടർഫോൾസിൻ്റെ സൈഡ്. നിങ്ങളീ കാണുന്ന വാട്ടർഫോൾസാണ് ചിന്നക്കനാലാണ് കേട്ടോ. അപ്പോൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ടാറ്റയുടെ ടീ പ്ലാന്റേഷൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ വാട്ടർഫോൾസ് ഉള്ളത്. നമുക്ക് റോട്ടിൽ നിന്നാൽ തന്നെ മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നല്ല വ്യൂ ആണ്. ചിന്നക്കനാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും നമ്മുടെ സ്വന്തം അരിക്കൊമ്പനല്ലേ. അപ്പോൾ നമ്മുടെ അരിക്കൊമ്പൻ്റെ നാടാണിത് കേട്ടോ. ചിന്നക്കനാൽ റൂട്ട് നമ്മൾ എന്തായാലും പോകാനുള്ള കാരണം നമ്മുടെ റിസോർട്ട് ചിന്നക്കനാലിലാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് ഈ ചോളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ലുക്കാല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല കേട്ടോ, പോകുന്ന വഴിയിൽ ഇപ്പോൾ ഒന്നാമത് മഴയും ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ വാട്ടർഫോൾസ് കാണാൻ പറ്റും. പക്ഷേ ഇതൊരു കിഡ്ലൻ വാട്ടർഫോൾസാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ചിന്നക്കനാൽ വാട്ടർഫോൾസ്. സോ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മുടെ ട്രിപ്പ് പിന്നെയും തുടരുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം.
പിന്നെ നമ്മൾ നേരെ പോയപ്പോൾ ഇതാ പൈൻ മരങ്ങളുടെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ കോട ഇറങ്ങിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, മഴയുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇത് ഓറഞ്ച് പറിക്കാൻ വേണ്ടി മമ്മി ഇറങ്ങിയതാണ് കേട്ടോ. നല്ല പുളി ഉണ്ടായിരുന്നു. എനിവേ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ 2 ഓറഞ്ചൊക്കെ പറിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ലൊരു അടിപൊളി സ്പോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ ലഞ്ചും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ 2 മണിക്കാണ് ചെക്ക് ഇൻ. ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കായിരുന്നു കേട്ടോ. നമ്മുടെ ലഞ്ചിന് അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒന്നാമത് ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ അങ്ങനെ വഴിയുടെ സൈഡിൽ നല്ല അടിപൊളി ക്ലൈമറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്തു നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നല്ല ചൂട് ചോറുണ്ടായിരുന്നു, അമ്പഴങ്ങ അച്ചാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയ മീനച്ചാറുണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു, മോര് കറി ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ബിനിമമ്മിയാണ് കേട്ടോ. ഞങ്ങൾക്ക് തലേദിവസം തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പപ്പയുടെ ഒരു റിലേറ്റീവിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അത് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊണ്ടത് ബിനിമമ്മിയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് പ്രോപ്പറായിട്ട് ഞങ്ങൾ വേസ്റ്റ് ഇവിടെയാണ് കേട്ടോ ഡിസ്കാർഡ് ചെയ്ത്. കാരണം കുറേ സ്ഥലങ്ങൾ വലിച്ചെറിഞ്ഞിട്ടേക്കുന്നത് കാണാം കുറേ ആൾക്കാരൊക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലായിടത്തും ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് നമുക്ക് അതിൽ ഫുഡ് സാധനങ്ങൾ ഇടാമല്ലോ. ഞങ്ങൾ അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കവറിലാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ സാധനം വെച്ചുകൊണ്ട് തന്നെ ഫുഡൊക്കെ നമുക്ക് ഫുഡ് വേസ്റ്റ് ആണെങ്കിലും എന്ത് വേസ്റ്റ് ആണെങ്കിലും അതിൽ തന്നെ കൊണ്ടിടാനായിട്ട് പറ്റും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെയും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ട്രിപ്പ് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ഏകദേശം സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കാണ് ചെക്കിൻ. ആ സമയം കൊണ്ട് തന്നെ അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ എത്തി, ലൊക്കേഷൻ കിട്ടിയോന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്താറായിട്ട് ഇനി കുറച്ചും കൂടി ദൂരമുള്ളൂ. പക്ഷെ നമ്മൾ പോയ വഴിയിൽ നിന്ന് കുറച്ച് റിട്ടേൺ വരണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് റിട്ടേൺ വന്നിട്ട് നമ്മുടെ ചിന്നക്കനാൽ റൂട്ട് തന്നെയാണ്. റിട്ടേൺ വന്നിട്ടാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ലൊക്കേഷനൊക്കെ നോക്കിയത് അവിടെ എത്താറായിട്ടുണ്ട്. നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാസി മൗണ്ടൈൻ റിസോർട്ട് എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. അപ്പം നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തു. അത് കഴിയുമ്പോൾ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിലേക്ക് എടുത്തുകൊണ്ട് വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ വണ്ടി പാർക്കൊക്കെ ചെയ്തു. നമ്മുടെ റിസോർട്ടിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു പുതിയ റിസോർട്ട് വരുന്നുണ്ട്, അതിൻ്റെ ഒരു പണി നടക്കുന്നുണ്ട് കേട്ടോ. ഈ റിസോർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, റിസോർട്ടിൽ ഞാൻ എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഡ് ഹൗസ് ഉണ്ട്, പിന്നെ നോർമൽ റൂമുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹണിമൂൺ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഡ് ഹൗസാണ് നമ്മൾ താഴെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടേക്ക് ഒന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്നുള്ളത്. അടിപൊളി വ്യൂ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്. ഇവിടെ നിന്ന് എന്താ പറയുക കിഡിലൻ വ്യൂ ആണ്, കോട കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് മെയിനായിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം. ശരിയാണ് കേട്ടോ, നല്ല വ്യൂ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് എന്താ പറയുക ID പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലഗേജൊക്കെ അവർ റൂമിലേക്ക് കൊണ്ടുവരികയാണ്. പപ്പയുടെയും മമ്മിയുടെയും, അതായത് എൻ്റെ പപ്പയുടെ മമ്മിയുടെയും ജോബിൻചേട്ടൻ്റെ പപ്പയുടെ മമ്മിയുടെയൊക്കെ റൂം മേളിലാണ്, എൻ്റെ ജോബിൻചേട്ടൻ്റെ താഴെയാണ് കേട്ടോ. സോ നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മുടെ റിസോർട്ടിലെ നമ്മുടെ റൂം ടൂർ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ റൂം ഇതാണ് കേട്ടോ റൂം. നമ്മുടെ ഈ റിസോർട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണി. നമുക്കപ്പോൾ ബാൽക്കണി ഓപ്പൺ ചെയ്ത് കാണാൻ അടിപൊളി വ്യൂ ആണ് കേട്ടോ. കോട ഇറങ്ങണതും മഞ്ഞ് വീണതൊക്കെ നല്ലതായിട്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണാനായിട്ട്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വ്യൂ കേട്ടോ. അടിപൊളി കോട ഇറങ്ങണത് കാണാൻ നല്ല രസമാണ്. പപ്പയുടെയും മമ്മിയുടെയും ഒക്കെ റൂം മേലിലാണ് കേട്ടോ. അവർ 2 റൂമും മേലിലാണ്, നമ്മുടെ റൂം താഴെയാണ് കേട്ടോ. നമുക്ക് ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ട് നല്ല വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല ചില്ലാണ്. നമുക്ക് താഴത്തെ പൂളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്കിനി താഴേക്ക് പോവാം. ഞാൻ പറഞ്ഞ പൂളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പൂൾ ഏരിയ. ഇവിടെ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മഡ് ഹൗസ് ആണ് കേട്ടോ. നമ്മുടെ ഈ നോർമൽ റൂംസിനെ പോലെ തന്നെ നമുക്ക് മഡ് ഹൗസ് ഉണ്ട്, പിന്നെ ഹണിമൂൺ സ്യൂട്ട് ഉണ്ട്. അപ്പം നമുക്ക് മഡ് ഹൗസ് ഇപ്പോൾ ബുക്കിംഗ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വന്ന് കാണാം ജസ്റ്റ്.
അതുപോലെ തന്നെ നമുക്ക് മഡ് ഹൗസും ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ സ്റ്റേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതാ ഇതാണ് റൂം. പിന്നെ അതുപോലെ തന്നെ ഇതിന് വലിയ ബാൽക്കണി ഒന്നും ഉണ്ടാവില്ല, താഴെ ആയതുകൊണ്ട് വ്യൂ കുറച്ച് കുറവാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ രീതിയിലാണ് അവർ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ടോയ്ലറ്റ് നമ്മുടെ നോർമൽ ടോയ്ലറ്റ് തന്നെയാണ്. ഇതാ നല്ല രസമുണ്ട് കാണാനായിട്ട്, കുഞ്ഞ് ലൈറ്റൊക്കെയാണ് കേട്ടോ ഉള്ളിലുള്ളത്. അങ്ങനെ നമ്മൾ പുറത്തിരുന്നിട്ട് എല്ലാ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. മഴ പെയ്യണോണ്ട് തന്നെ നേരത്തെ കണ്ട വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതാ അവിടെ നിന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോടയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ നടത്തുമ്പോൾ ഈ ലൊക്കേഷനിലാണ് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ നടത്താറുള്ളത്. പക്ഷെ മഴയായതുകൊണ്ട് തന്നെ നമുക്ക് ഈ വട്ടം പറ്റില്ല. ഇവിടെ നല്ല രസമാണ് കേട്ടോ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ വേറൊരു റിസോർട്ടും ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതുപോലെ തന്നെ എന്താ പറയുക റിസോർട്ട് മൊത്തത്തിലൊന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പം നമ്മൾ താഴെ പോയി വന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഫി കഴിക്കാൻ പോവാണ്. അപ്പോൾ ജോ ബേബി കോഫി ഉണ്ടാക്കി തരികയാണ് ഗൈസ്. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട് സീല്? ജോബ് എങ്ങനെയുണ്ട്? അയ്യോ ഫ്രീസായി. പൂളി ചാടുന്ന അത്ര വലിയ പ്രഹസനത്തിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കട്ടോ. കാരണം ഈ തണുപ്പിൽ ഫ്രീസാവും എന്ന് പറയാം, അതുപോലത്തെ തണുപ്പായിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു ആഗ്രഹം ഒന്ന് ചാടണം എന്ന്, അങ്ങനെയാണ് ചാടിയത്. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇത്ര ആഘോഷിച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. പപ്പയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവർക്കും ഭയങ്കര തണുപ്പാണ്. ഇവർ മൂന്നാളും മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ജോബിൻ ചേട്ടൻ്റെ പപ്പയൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. ജോബിൻ ചേട്ടൻ തന്നെ വിറച്ചിട്ട് കണ്ട. അങ്ങനെ തിരിച്ച് കയറാൻ വേണ്ടി മമ്മി പറയുകയാണ്, കാരണം പനിയും കാര്യങ്ങളൊക്കെ വരും, അതുപോലത്തെ തണുപ്പായിരുന്നു. അങ്ങനെ കുറച്ച് നേരം പൂളിലൊക്കെ കളിച്ചിട്ട് നമ്മൾ നേരെ അവരെല്ലാവരും കയറി വന്നു. ഇനി നമ്മൾ ഈ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കോട ഇറങ്ങണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കോട. അടിപൊളിയായിട്ടില്ലേ, ഫുൾ കോടയായിട്ട് നല്ല വ്യൂവും കാര്യങ്ങളും സൂപ്പറാണ് കേട്ടോ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇങ്ങനത്തെ ലൊക്കേഷനൊക്കെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടയൊക്കെ കാണാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ യൂക്കാലി ട്രീസും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കോടയും എല്ലാം കൂടി ആകുമ്പോൾ ഒരു കിടിലൻ വൈബ് തന്നെയല്ലേ കാണാനുള്ളത്. അങ്ങനെ ഗൈസ് ഞങ്ങളിത് കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി. ഇനി നമുക്ക് വൈകുന്നേരത്തെ ഡിന്നർ കഴിക്കണം. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആമൂസിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ തീമിലാണ് ഡ്രസ്സ് ചെയ്തേക്കണം. ഞാനും ജോബിൻ ചേട്ടനും ആമുട്ടനും ഈ ടോമാഞ്ചേരി തീമിലാണ് കേട്ടോ. അപ്പോൾ ആമുട്ടൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തത് നമുക്ക് നോക്കാം.
കേക്ക് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട്. സോ അതിൻ്റെ മുകളിൽ ഞാൻ ഹുഡ് ഇടാൻ പോകും. ഭയങ്കര തണുപ്പ്. ആ സമയത്ത് മാത്രം ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ റിസോർട്ടിൻ്റെ ലൈറ്റ് ഇട്ടുള്ള വ്യൂവും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സോ നമുക്ക് താഴേക്ക് പോവാം. സോ അപ്പോൾ അതിൻ്റെ മേളിൽ ഞാൻ എന്താ ഹുഡ് ഇട്ടു കേട്ടോ. ഇനി ഞാൻ താഴേക്ക് പോവാണ്. അപ്പം താഴെ പോയിട്ട് കാണിച്ചു. അങ്ങനത്തെ ഈ നമ്മുടെ ബേബിയുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ഒരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ബാങ്ക്വറ്റ് ഹാളൊന്നുമില്ല, എന്നാലും ഉള്ള ഏരിയയിൽ അവർ സൂപ്പറായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഞാൻ താഴേക്കുള്ള വ്യൂ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് ഇട്ടിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ ലുക്ക് സൂപ്പറായിട്ടുണ്ട്. പൂൾ ഏരിയയിലും കാര്യങ്ങളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിതാ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ബേബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് കാരണം നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ മമ്മീനെ പിന്നെ വിളിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് ഇവിടെ തണുപ്പ്? അങ്ങനെ ഈ നമ്മുടെ ആമു ബേബിയുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആമു ബേബിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പാപ്പന്മാരെല്ലാവരും കൂടി ചേർന്നത് ഈ 2 ഗിഫ്റ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ജോബിൻ ചാണ്ട് എൻ്റെ പപ്പയും ഗിഫ്റ്റ് കൊടുക്കുകയാണ് നമ്മുടെ ആമുട്ടന്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം.
കഴിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഭയങ്കര ഡാൻസിലായിരുന്നു കേട്ടോ. വേറെ ഗസ്റ്റുകൾ നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് ഡാൻസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പം ഞാൻ ഈ സൗണ്ട് കട്ട് ചെയ്യുന്നത് കോപ്പിറൈറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെയൊക്കെ ഡാൻസൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോയി. അങ്ങനത്തെ ഈ നൈറ്റിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കിതാ നമ്മുടെ ബെഡിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഒരു എന്താ പറയുക ഡോറ് പോലെ വിൻഡോസ് ഉള്ളത്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പൊ നമ്മുടെ മൂന്നാറിലെ സെക്കൻഡ് ഡേ ആണ്. ഇത് നമ്മുടെ ആമണിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. നമ്മൾ നേരെ 12 മണിക്കാണ് കേട്ടോ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത്. സോ അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് താഴേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ജോബിൻ ചേട്ടനാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. പപ്പയും മമ്മിയൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസവും നമുക്ക് ബൊഫേ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചപ്പാത്തി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താ പറയുക ഈ സംഭവം ഉണ്ടായിരുന്നു, പിന്നെ വെജ് കറി, വെജ് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, എഗ്ഗ്, അതുപോലെ ബ്രെഡ് ടോസ്റ്റ്, ബട്ടർ, ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ ഈ ഉപ്പുമാ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ 11 മണിക്ക് ചെക്കൗട്ട് ആയാൽ മതി. പക്ഷെ നമ്മൾ അതിന് മുമ്പ് തന്നെ ഇറങ്ങിയിട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിനി പിറ്റേ ദിവസം ഡ്യൂട്ടിക്കൊക്കെ പോകണതുകൊണ്ട് ഇനി വേറെ എവിടെയും കറങ്ങണ്ട, പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആനക്കുളം ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ആനക്കുളത്തെ ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി കാണാൻ പറ്റും. പക്ഷെ അതൊരു 4 മണിക്ക് ശേഷമാണ് പറ്റുള്ളൂ.
അപ്പോൾ അത് കാരണം നമുക്ക് ടെലഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോസ് കാണാൻ പറ്റും ആന അപ്പോൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ക്യാമറയിൽ ടെലഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നോക്കി അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ നോക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആനക്കുളം കാണാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകും. കാരണം എല്ലാവർക്കും ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അത് കാരണം നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. പിന്നെ മൂന്നാർ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വട്ടം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ അധികം സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാനായിട്ടില്ല. അപ്പൊ ഫുഡ് ഇഷ്ടായോ? അപ്പോൾ ഗൈസ് ഡേ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ പോവാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ടാറ്റോ. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ മൂന്നാറിലെ വിശേഷങ്ങൾ. നല്ല അടിപൊളി റിസോർട്ടും അതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും എല്ലാം സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഡാൻസ് കളിച്ച കുറേ റീൽസ് എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മുടെ റിസോർട്ടിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല റിസോർട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ മൂന്നാറിന് താഴേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, ബാക്കിയുള്ളൊരു ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.